ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. എന്താ? ഷോപ്പിങ്. അപ്പം വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഫസ്റ്റ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇതൊരു ടാസ്ക് പോലെയാണേ. നമുക്ക് ഒരു കാർഡുണ്ട് കേട്ടോ. അപ്പോൾ ആ കാർഡിൽ നമുക്ക് 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2000 രൂപയിൽ 1 രൂപയെങ്കിലും കൂടുതലായ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 2000 രൂപയ്ക്കകത്ത് നിൽക്കാൻ പറ്റുമോ നോക്കാം. അപ്പം അത്യാവശ്യം വേണ്ടിയിട്ടുള്ള പയറുവർഗ്ഗങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. കടല, പയർ, പരിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മൈദ, അതുപോലെ നമ്മുടെ എല്ലാം ആവശ്യ സാധനങ്ങളാണ്. റൈസ് പൗഡർ, പിന്നെ കോക്കനട്ട് ഓയിൽ, പിന്നെന്താണ് മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ, അങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. തേയില. അപ്പോൾ അവളിങ്ങനെ ഇടയ്ക്കിങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന്. അപ്പോൾ അവൾ എപ്പോഴും എടുക്കാറുള്ളത്, അവൾക്ക് ഇവിടെ വന്നാൽ പിന്നെ ഇത് മസ്റ്റാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ, കടല, പിന്നെന്താണ് വേഫർ. കാരണം അത് ബൈ വൺ ഗെറ്റ് വൺ ആണ് കേട്ടോ. ഒരെണ്ണം എടുക്കുമ്പം ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ചിക്കൻ മസാല, ബീഫ്, ഇതും ബൈ വൺ ഗെറ്റ് വൺ ആണ്. പിന്നെ സോപ്പ് പൊടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കറക്റ്റ് 2000 രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയാമല്ലോ. പക്ഷേ എന്താണ്, നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ എത്ര കറക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കിയാലും അതിൽ കുറച്ച് പർച്ചേസ് ചെയ്യാൻ നോക്കിയാലും അതിനകത്ത് നിൽക്കുന്ന കാര്യമാണ് നമുക്ക് പാടും. പിന്നെന്താ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഭയങ്കര രസമാണ് കേട്ടോ. അവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര കമ്പനിയാണ്. ഈ ഒരു ഷോപ്പിൻ്റെ പേര് വനിതം. നല്ല കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. അത്യാവശ്യം നല്ല എന്താ പറയണ്ടേ ഫീഡ്ബാക്കൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. കാരണം കുറേ ചേച്ചിമാർ നടത്തുന്നതുകൊണ്ട് തന്നെ എന്താ പറയണ്ടേ, അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. അത് ഏകദേശം ഇപ്പം തുടങ്ങിയിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. എങ്കിലും അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അതവരുടെ എന്താ പറയണ്ടേ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായതുകൊണ്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടേ ഫുൾ കളിയാണ്. അവളൊക്കെ ആ ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതിൽ കയറി നിന്നിട്ട് തൂക്കം എടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. എന്താ അല്ലേ, കുഞ്ഞുങ്ങളാകുമ്പോൾ അവരവരുടെ ലോകത്ത്. പിന്നെ അവളൊക്കെ അവിടെ നിന്ന് പോയി എടുത്തിട്ട് വന്നു. കാരണം അവിടെ ഒരുപാട് നേരം നിർത്തിയാൽ ശരിയാവില്ല എന്നറിയാം. അതുകൊണ്ട് ലാസ്റ്റ് പർച്ചേസിങ് ആയത് കാരണം എന്ത് മേടിക്കണമെന്നൊന്നും അറിയത്തില്ല. കാരണം കാർഡ് കൊടുത്തപ്പോഴത്തേക്ക് ആ ചേച്ചി പറഞ്ഞു അത്രേ ആയിട്ടില്ല മോളെ, ഇനിയും പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങ് മിന്നിച്ചേക്കാം, വേറെ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെയും പോയി എന്തെല്ലാമോ എടുത്തുകൊണ്ട് വന്നു. ലാസ്റ്റ് ആ ചേച്ചിയെല്ലാം ബില്ല് ചെക്ക് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് കറക്റ്റായിട്ട്. നമ്മൾക്കൊന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും 2000 രൂപയ്ക്കകത്ത് 11 രൂപയും കൂടെ കൂടി. അത്രേ ഉള്ളൂ.